ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ 6/6 പോർട്ടലായിരുന്നു. ഏവരും റിച്വൽ ചെയ്തു എന്ന് കരുതുന്നു. ഞാൻ ചെയ്തിരുന്നു. എനിക്കതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത്, എൻ്റെ ഈ ചാനലിൽ 28 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് 39 കൂടിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് 11 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ചാനലിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു ആൻഡ് വെൽക്കം. ഓക്കെ, പിന്നെ കമൻറ്റ് ലസിത മാമും നജിയ മാമും കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കും എൻ്റെ താങ്ക്സ്. ഞാൻ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ടാരറ്റ് റീഡിങ്സ് ഉണ്ട്, ട്വിൻ ഫ്ലെയിംസിന് വേണ്ടി മാത്രമുള്ളത്. പിന്നെ ഡിവൈൻ ഗൈഡൻസ് കൊടുക്കാറുണ്ട്, ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഇതുപോലെ ചലഞ്ചസ് നൽകാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഏതൊരു വീഡിയോയുടെ പിന്നിലും എൻ്റെ ഒരു എഫേർട്ടുണ്ട്, ഒരു എനർജി ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും എനിക്കൊരു റിട്ടേൺ എനർജി വേണമല്ലോ, എന്നാലേ എൻ്റെ എനർജി ബാലൻസ് ചെയ്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു എനർജി ഡ്രെയിനേജ് സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്, തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് സബ്സ്ക്രിപ്ഷനിലൂടെ, ലൈക്കിലൂടെ, കമൻറ്റിലൂടെയൊക്കെയാണ്. അതാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് തിരിച്ച് തരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു മിനിറ്റ് ഒരു വീഡിയോ കാണുന്നതിന് മുന്നേയും, അതിനിപ്പോൾ എല്ലാ വീഡിയോസിലും ഞാനത് പറയും, ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരുന്ന ഒരു വ്യക്തിക്ക്, അതായത് എനിക്ക് ഒരു വ്യക്തി എന്നതിലുപരി എൻ്റെ സോളിന് ഒരു ബ്ലെസ്സിങ്സ് നൽകിക്കൊണ്ടോ, അല്ലെങ്കിൽ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ടോ, ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ വീഡിയോയും കാണുക. അപ്പോൾ നിങ്ങൾ എനിക്ക് പാസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് മതിയാവും എനിക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, ഞാനെന്ന സോളിന്, എൻ്റെ ഈ സോളിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും നന്ദിയോ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സോ സെൻഡ് ചെയ്യുക ഇപ്പോൾ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു ഫോർ സെൻഡിങ് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ചലഞ്ചിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായ, തേയില, കാപ്പി ഇതൊന്നും കുടിക്കരുത്, അതിന് പകരം കുടിക്കേണ്ട ഡ്രിങ്ക്സ് എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണമായിട്ട് ഞാൻ പറഞ്ഞത് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും, എല്ലിന് തേയ്മാനം ഉണ്ടാകും എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും നാൾ നമ്മളൊരു റുട്ടീൻ പോലെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ശീലിച്ചു പോയി. അപ്പോൾ ഏകദേശം നമ്മുടെ ബോണിനൊക്കെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കാൽഷ്യം നമ്മുടെ ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിനായിട്ട് പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുക. ഡെയിലി ഏതെങ്കിലും ഒരു പാലോ പാലിൻ്റെ ഉൽപ്പന്നമോ ഏതെങ്കിലും ഒരു ഐറ്റം യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു, നമ്മൾ സാധാ കുടിക്കുന്ന എന്തെങ്കിലും വെള്ളം, എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ച വെള്ളം, കരിങ്ങയിലയോ മറ്റോ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ടീ ഉണ്ടാക്കി കുടിക്കുക, നാച്ചുറൽ ടീ ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ, അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പാലിഷ്ടമാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട്, പാലൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് കിടക്കണം കേട്ടോ. ഭയങ്കര ഒരു പാലൊക്കെ പല്ലിന് നല്ല പ്രശ്നം ഉണ്ടാക്കും, വായ്ക്കൊരു സ്മെല്ലൊക്കെ വരും. അതുകൊണ്ട് പാലൊക്കെ കുടിക്കുകയാണെങ്കിൽ രാത്രി നന്നായിട്ട് ബ്രഷ് ചെയ്യണം എന്നാണ്. ചെയ്യാത്തവർ ബ്രഷൊക്കെ ചെയ്തിട്ട് കിടക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാലിഷ്ടമല്ലെങ്കിൽ മറ്റ് പാലുൽപ്പന്നങ്ങൾ, തൈര്, നെയ്യ്, പനീർ, ഇതൊക്കെ ഒരു ദിവസം ഏതെങ്കിലും ഒരു പാലുൽപ്പന്നമെങ്കിലും, അല്ലെങ്കിൽ പാല് മാത്രമായിട്ട് യൂസ് ചെയ്യരുത്. പാലിനേക്കാളും ബെനിഫിറ്റാണ് പാലുൽപ്പന്നങ്ങൾക്ക്, അതിലാണ് കാൽഷ്യം കൂടുതൽ. അപ്പോൾ മാറി മാറി യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്നും രാത്രി പാല് കുടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കഴിച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, തൈരോ എന്തെങ്കിലും നെയ്യ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ നെയ്യ് അല്ലാതെ തന്നെ കഴിക്കാം. വെറും വയറ്റിൽ നെയ്യ് കഴിക്കാം. ഓക്കെ, അത് നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നെയ്യ് RKG നല്ലതാണ്. ആ നെയ്യ് ഒരു സ്പൂണ് വെറും വയറ്റിൽ നമുക്ക് കഴിക്കാം. അത് ബെറ്ററാണ്. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് നോക്കുക. ചിലർക്ക് പാൽ ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് നെയ്യ് ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഇപ്പോൾ തൈര് നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് തൈരായിട്ട് യൂസ് ചെയ്യുക. പനീറാണ് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും മറ്റ് കാര്യങ്ങളിൽ ആവശ്യത്തിന് ചിലവാക്കിയിട്ട് ഫുഡിൽ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. വയറ് ചുരുക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നേരെ ചെയ്യും, ഫുഡിൽ എന്ത് ചെയ്യും, നമ്മൾ ചുരുക്കും. അതൊരിക്കലും നല്ല കാര്യമല്ല. ഈ ശരീരവും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടൂ, അല്ലേ? ഇല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് എന്താണ് ഒരു ബെനിഫിറ്റ്? അപ്പോൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അത് വാങ്ങി അത് യൂസ് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ചും ഈ ജങ്ക് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ് ഇത് പാടെ ഒഴിവാക്കുക. നിങ്ങളങ്ങനെ ശീലിച്ച് വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആദ്യം നിങ്ങൾ പടിപടിയായിട്ടത് കുറയ്ക്കുക. ഓക്കെ, പടിപടിയായി കുറച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ പാടാണ് ഏതൊരു കാര്യവും. പടിപടിയായി കുറച്ച് കൊണ്ടുവന്ന് അതിനെ അങ്ങ് പിന്നീട് നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നേ മാറ്റി നിർത്തുക. ഓക്കെ, നമുക്കറിയാം ഇത് വേണ്ടാത്ത കാര്യമാണെന്ന്, പിന്നെ എന്തിനാണ്? ഒറ്റയടിക്ക് നിങ്ങൾ കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒറ്റയടിക്ക് കുറച്ചാൽ ചിലപ്പോൾ ബോഡിക്ക് പോലും അത് ബുദ്ധിമുട്ടാകും. ശീലിച്ചു പോയ കാര്യമല്ലേ. അപ്പോൾ പാലുൽപ്പന്നങ്ങളും യൂസ് ചെയ്യാം. നാളെ നമുക്ക് 3rd ഡേ ചലഞ്ചുമായിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ, കൗൺസിലിംഗ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത് ട്വിൻ ഫ്ലെയിം ജേർണി ആണോ എന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഡയറക്റ്റ് റീഡിങ്സ് വേണമെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഈ ജേർണിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ നമ്പർ, വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ താങ്ക് യു.